പ്രത്യേക സൗന്ദര്യമാണ്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ മാത്രമല്ല സൗന്ദര്യം കേട്ടോ, പകലുണ്ട്. അത് നമ്മൾ ഓരോ ജോലിയിലും ഓരോ വിഷയങ്ങളിലും ഓരോ പ്രശ്നങ്ങളിലായിരിക്കും കൊണ്ട് മാത്രം നമുക്ക് തോന്നണത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ ഒരിക്കലും കണക്ക് കൂട്ടരുത്. കാരണം പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല. നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ അത് എപ്പോഴും മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുന്തിപ്പുഴയിൽ നിന്ന് ഞാൻ വരികയാണ്. അപ്പോൾ വലിയ വാഹനങ്ങൾ നമ്മൾ എപ്പോഴും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നമ്മൾ സൈഡിൽ വെച്ച് സൈഡ് കീപ്പ് ചെയ്ത് പോകണ്ടോ, ഇല്ലെങ്കിൽ അവർ അരികെ ചേർന്നിട്ട് നമുക്ക് നമ്മുടെ വാഹനത്തിന്മേ മുട്ടി വരച്ച് പോകും. അപ്പോൾ അത് ചിലപ്പോൾ അത് നമുക്കും ടെൻഷനാവും അവർക്കും ടെൻഷനാവും. അതുകൊണ്ട് നിങ്ങളുടെ വാഹനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളൊരു ഈ നമ്മുടെ ലൈൻ ഏതാ അറിയോ, സെൻറ്റർ വരെ കണ്ടില്ലേ നിങ്ങൾ, അതിൻ്റെ ഇടതുവശം ചേർന്നിട്ട് നിങ്ങൾ ചെറിയ വാഹനങ്ങൾ പോകണം. കാരണം ആ ഇടതുവശത്തിൽ ചേർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആ സൈഡ് എപ്പോഴും സ്പീഡ് വാഹനങ്ങൾക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അധികം അത് അറിയാണ്ടല്ല, അഹങ്കാരം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അത് അറിയാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, എല്ലാവർക്കും അറിവുള്ള കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങൾ സ്പീഡ് ട്രാക്കിൽ കയറുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിലത്തെ വണ്ടിക്കാരനെ നിങ്ങൾ അറിയിക്കണം, മുന്നത്തെ വണ്ടിക്കാരനെ നിങ്ങൾ അറിയിക്കണ്ട. അപ്പോൾ നിങ്ങൾ സ്പീഡ് ട്രാക്ക് ഏതാണ്, സ്ലോ ട്രാക്ക് ഏതാണ്, നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. പിന്നെ ഈ രാത്രിയിൽ മാത്രമല്ല, പൊതുവേ നമ്മൾ ധൃതി പിടിച്ചിട്ട് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ വാഹനം ഓടിക്കരുത്. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെപ്പോഴും ഒരു വാഹനത്തിൻ്റെ പുറകിൽ പോകുമ്പോൾ മുന്നിൽ പോകുമ്പോൾ എപ്പോഴും ഡിസ്റ്റൻസ് ഒരു 10 അടി അകലം കീപ്പ് ചെയ്ത് നിങ്ങളെപ്പോഴും പോകണം. എന്നാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും അവിടെ. അപ്പോൾ ഇതും കൂടി ഒന്ന് കേൾക്കില്ല. വാഹനം പ്രത്യേകിച്ച് കാറുകളിലാണ് ഹൈ ബീം ലൈറ്റ് ഇട്ട് വരുന്നത്. ഹൈ ബീം ലൈറ്റ് ഒരിക്കലും ഇട്ട് വരരുത്. നിങ്ങളെപ്പോഴും ഡിമ്മിൽ വരിക. ഡിം ലൈറ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ എന്താ അറിയോ, മുന്നിൽ പോകണ ചിലപ്പോൾ ചെറിയ വണ്ടികളിൽ വലിയ വണ്ടിയാണെങ്കിലും അവർക്ക് കാഴ്ചയ്ക്ക് വല്ല പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾ ഹൈ ബീം ഇട്ടിട്ട് ഒരിക്കലും പോകരുത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ കോടതിപ്പടി ജംഗ്ഷനിലാണ് ശരിക്കും ബ്ലോക്ക് ഉണ്ടാവുന്നത് കറക്റ്റായിട്ട്. ശരിക്കും ഒരു ട്രാഫിക് സിസ്റ്റം വന്നാൽ മതി, എന്നാൽ പിന്നെ എത്ര പ്രശ്നമില്ല. കാരണം ഒരാൾ ഹൈ ബീമിൽ ഇട്ട് വരികയാണ്, അവനെന്താ വെച്ച് കഴിഞ്ഞാൽ ഡിമ്മ് പോയാൽ മതി. പിന്നെ ഒന്നാമത് അറിയാം, ഇത് സൈഡിൽ ഇതേമാതിരി ബൈക്കുകൾ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടാവും, അവരെ നമുക്ക് കാണാൻ പറ്റില്ല ഈ ഹൈ ബീമിട്ട് ഇതങ്ങനെ വന്ന് കഴിഞ്ഞാൽ. നമ്മൾ ഈ കാൽനട യാത്രക്കാരെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. അവർ പോയി കഴിഞ്ഞിട്ടേ നമുക്ക് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതേമാതിരി ഇടയ്ക്കടെ ധൃതിയിൽ ചാടും. പിന്നെ വണ്ടി മുട്ടി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നോക്കിയില്ലേ, നിങ്ങളല്ലേ നോക്കേണ്ടതെന്നോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ആവശ്യകൻ പറയാണ്ടായി. പിന്നെ ഈ മണ്ണാർക്കാടല്ലാതെ ഈ മണ്ണാർക്കാട്, ഈ തച്ചമ്പാറ, ഈ പള്ളിക്കുറുപ്പ്, ഈ കാരാകുറിശി, ഇതല്ലാതെ വേറെ ഒന്നുമില്ലേ? വേറെ ഒരു സ്ഥലത്തുകൂടെ ഈ പോവല്ലേ? മൂപ്പരടുത്ത് പറഞ്ഞു, പിന്നെ ആദ്യം അവനാൻ്റെ നാടിനെയല്ലേ നമ്മൾ സ്നേഹിക്കുക, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അപ്പുറത്തെ നാടിനെ സ്നേഹിക്കുക. അപ്പോൾ ശരിക്കും ഞാൻ ഒന്നുകൂടായിട്ട് പറയില്ല, നമുക്ക് നമ്മുടെ മണ്ണാർക്കാടിനെ എനിക്കിഷ്ടം. കാരണം മണ്ണാർക്കാട്ടിൽ നിന്ന് കിട്ടുന്ന സ്നേഹം നമ്മൾ പുറത്തു പോയാൽ കിട്ടും, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ ആദ്യം നമ്മുടെ നാടിനെ സ്നേഹിക്കുക, അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഇഷ്ടം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആരും ഇഷ്ടം ഉണ്ടാവില്ല. അതാണ് ശരിക്കുള്ളത്.